വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അത് ബേസിക് ഇലക്ട്രിക്കൽ ടേംസിൽ നിന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ എ സിയുടെ ബേസിക് ടേംസ്, എ സി, ഡി സി, അങ്ങനെയുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പലപ്പോഴും നമുക്ക് പല കോൺസെപ്റ്റ്സും അറിയാമെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ്, നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഒപ്പം തന്നെ അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം. First question. If current varies periodically from 0 to a maximum, back to 0, and then repeats, the signal is. Question ശ്രദ്ധിച്ചു വായിക്കണം. If current varies periodically from 0 to maximum, current 0-ൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നു, വീണ്ടും 0-ലേക്ക് എത്തുന്നു, then repeats, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽ എന്തായിരിക്കും? It is a direct, that means direct current, alternating current, pulsating current, repetitive current. Question confusing ആണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് പോകും. ചിലപ്പോൾ പെട്ടെന്ന് ഓപ്ഷൻസിലേക്ക് നോക്കൂ. ഫസ്റ്റ് ഡയറക്റ്റ്, എന്തായാലും ഡയറക്റ്റ് കറന്റ് എന്നുള്ള ഒരു DC കറന്റ് അല്ല എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. കാരണം എന്തായാലും പീരിയോഡിക്കലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? 0 to മാക്സിമം പോകുന്നുണ്ട്, ബാക്ക് ടു 0 വരുന്നുണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഡയറക്റ്റ് ആയിരിക്കില്ല. ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കുമോ എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പൾസേറ്റിംഗ്, ഓപ്ഷൻ സി. ദെൻ റിപ്പീറ്റേറ്റീവ്. അപ്പൊ ഈ ബിയും സിയും ഡിയും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുമ്പോൾ, AC കറന്റ് എന്ന് പറയുമ്പോൾ, ഈ നമുക്കറിയാലോ ഇതുപോലൊരു വേവ് ഫോമിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത്, വിത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് കറന്റ് വേരീസ് പീരിയോഡിക്കലി ഫ്രം 0 to മാക്സിമം, ബാക്ക് ടു 0, 0-ലേക്ക് വരുന്നുണ്ട്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. വിച്ച് മീൻസ് അത് റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇത് ഒരിക്കലും, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഓൾട്ടർനേറ്റിംഗ് കറന്റ് അല്ല. എന്റെ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് ദ കറന്റ് വാല്യൂ വേരീസ് പീരിയോഡിക്കലി ഫ്രം 0 to മാക്സിമം, back to 0, and then reverses the direction എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആയിട്ട് മാറുന്നത്. ഇവിടെ ആ ഒരു വേർഡ് ഇല്ല, അതായത് റിവേഴ്സസ് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, വിച്ച് മീൻസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഇല്ല. സോ അത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ അല്ല. മൂന്നാമത്തത് പൾസേറ്റിംഗ്. നമ്മൾ ഈ പൾസേറ്റിംഗ് DC എന്നൊക്കെ പറയില്ലേ, എവിടെ ആ വേർഡ് നമ്മൾ കേട്ടിട്ടുള്ളത്? റെക്ടിഫയറിന്റെ കേസിൽ അല്ലെ. റെക്ടിഫയറിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഒക്കെ കേസിൽ ഇപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഒരു ഹാഫ് നമ്മൾ കാണിക്കുന്നത്, നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈ റെക്ടിഫയറിൽ, ഒരു ബേസിക് റെക്ടിഫയറിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിട്ടുള്ളത് കിട്ടും, ഫുൾ വേവ് റെക്ടിഫയർ. അതിനെയാണ് നമ്മൾ പൾസേറ്റിംഗ് DC എന്ന് പറയുന്നത്. സോ അതിന്റെ ഡെഫിനേഷൻ ആണ്, ദാറ്റ് ഈസ് പീരിയോഡിക്കലി ഫ്രം 0 to മാക്സിമം വരുന്നു, തിരിച്ച് 0-ലേക്ക് വരുന്നു, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് പൾസേറ്റിംഗ്. നോക്കൂ, നമുക്ക് ഇതിലെല്ലാം അറിയാം. AC ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്താണെന്ന് അറിയാം, പൾസേറ്റിംഗ് കറന്റ് എന്താണെന്ന് അറിയാം. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അല്ലേ? സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of electrical conductivity of gold is dash Siemens per meter. Electrical conductivity യുടെ യൂണിറ്റ് ആണ് S/M, that is Siemens per meter എന്ന് പറയുന്നത്. സോ അതിന്റെ വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പൊ ഇതുപോലുള്ള വാല്യൂസ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കാം. ഓപ്ഷൻസ് 3.10 into 10⁻²7, ഓപ്ഷൻ ബി 5.96 into 10⁻²7, C 6.30 into 10⁻²7, and D 4.10 into 10⁻²7. അപ്പൊ ഇതില് ഗോൾഡിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 4.1 into 10⁻² Siemens per meter ആണ് കിട്ടുന്നത്. ഗോൾഡിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ് നമ്മുടെ കോപ്പറും സിൽവറും. കോപ്പറിന്റെ ആണ് 5.96 into 10⁻²7, സിൽവറിന് അതിനേക്കാൾ കൂടുതലാണ് വരുന്നത്, 6.3 into 10⁻² ആണ് വരുന്നത്. അപ്പൊ ആ വാല്യൂസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ്?
സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജ് എന്താണെന്നുള്ളത്, സ്റ്റേഷനറി എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്, നോട്ട് മൂവിംഗ് എന്നുള്ളതാണ്, അതാണ് സ്റ്റേഷനറി ചാർജ്. അപ്പോൾ സ്റ്റേഷനറി ചാർജ് സ്റ്റാറ്റിക് ചാർജ്, കൈനറ്റിക് ചാർജ്, കെമിക്കൽ ചാർജ്, ഇലക്ട്രിക് ചാർജ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ സ്റ്റാറ്റിക് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. കൂളുംസ് ആണ് നമുക്കറിയാം, വോൾട്സ്, ഹെർട്സ്, ആംപിയർ, കൂളുംബ് ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. ഇതുപോലുള്ള യൂണിറ്റ്സ് ഒരുവിധം എല്ലാ പാരാമീറ്റേഴ്സിന്റെയും യൂണിറ്റ്സ് പഠിച്ചു വെക്കുക, മറക്കരുത്. അത് യൂണിറ്റ്സ് മാത്രമായിട്ട് നമ്മൾ ഒരു ടേബിൾ പോലെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. Next one, which material is used as electrical insulator? ഇത് വളരെ important question ആണ്. Most common examples of electrical insulators plastic, wax, rubber, glass, bakelite, ceramics, mica, porcelain, quartz ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ gallium, porcelain, aluminium, germanium ഇതാണ് ഓപ്ഷൻസ് ഉള്ളത്. So from the options, the correct answer is option B. Option B is the correct answer. Next one, which electric parameter opposes the flow of electrons? Electronsന്റെ ഫ്ലോയെ oppose ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പാരാമീറ്റർ എന്താണ്? പവർ, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്. ഏതാണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വിച്ച് ഇറ്റ് opposes the flow of current. അല്ലെ, ഫ്ലോ ഓഫ് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്നു. സോ ദ പാരാമീറ്റർ വിച്ച് opposes the flow of electrons എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി? ഇതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഏതാണെന്നാണ്. മൈക്ക, പേപ്പർ, ഗ്ലാസ്, കോപ്പർ. അപ്പൊ ഇതിനകത്ത് മൈക്കയും പേപ്പറും അതുപോലെ ഗ്ലാസ് ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ എക്സാമ്പിൾസ് ഓഫ് ഇൻസുലേറ്റേഴ്സിൽ. സോ ഇതിൽ വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി? ഓപ്ഷൻ ഡി, കോപ്പർ. Next one, which formula is used to find the conductance? Conductance എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? G വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ Q by V ആണോ, I into R ആണോ, V by I ആണോ, I by V ആണോ? സോ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് a ratio of current, that is current divided by voltage ആണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. R is equal to V by I എന്ന് നമുക്കറിയാം. അതിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ G is equal to I by V എന്നാണ് വരിക. സോ കറക്റ്റ് ആൻസർ is option D. And what is the unit of conductance? Conductance is measured in Siemens. X വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. Next one, which materials are mostly used for semiconductors? Semiconductors ആയിട്ട് യൂസ് ചെയ്യുന്ന gallium and indium, silver and aluminium, arsenic and antimony, silicon and germanium. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. നമ്മള് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ് പറയുന്നത് സിലിക്കൺ ആൻഡ് ജെർമേനിയം ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ അധികം യൂണിറ്റ്സ് എല്ലാം SI യൂണിറ്റ്സും കോമൺലി യൂസ്ഡ് യൂണിറ്റ്സും അതുപോലെ തന്നെ പലതിനും ഇപ്പോൾ വോൾട്ടേജിനൊക്കെ തന്നെ പല പല യൂണിറ്റ്സിൽ നമുക്കത് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കാം. സോ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഓം മീറ്റർ എന്നുള്ളതാണ് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ഓം എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണ് പറയുന്നത്. സോ ഓം മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ആംപിയർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ്. ആംപിയർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പവർ, എനർജി, EMF, ചാർജ്. ആംപിയർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണെന്ന് ചിലപ്പോൾ ആലോചിച്ച് പോകും. ചാർജ് നമുക്കറിയാം കൂളുംബ് ആണ് അതിന്റെ യൂണിറ്റ് എന്ന് നമുക്കറിയാം. പക്ഷെ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ അല്ലെ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് I is equal to Q by T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ചാർജ് Q is equal to I into T. I ആംപിയർ, T സെക്കൻഡ്. അപ്പൊ ആംപിയർ സെക്കൻഡ് എന്തിന്റെ യൂണിറ്റ് ആയിരിക്കും? ദാറ്റ് ഈസ് ചാർജിന്റെ യൂണിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതുപോലുള്ള ഇക്വേഷൻസ് നോക്കാം. ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ കിട്ടും. അപ്പൊ ഈ ആംപിയർ എന്തിന്റെയാണെന്നും സെക്കൻഡ് എന്തിന്റെയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്താണ് കറന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് എന്തിനാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പൊ എല്ലാം കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല. കാണാതെ അല്ല ആക്ച്വലി ഇതൊന്നും പഠിക്കേണ്ടത്, മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ വന്നാലും ഇതുപോലെ നോക്കിയാൽ മതി. Next one, the reciprocal of frequency is known as, very simple question, time period, amplitude, time constant and resonance. So the reciprocal of frequency is known as a time period. Option A. Next one, the mean value of alternating current for one complete cycle. ഒരു complete cycle mean value എന്താണ് വരിക എന്നുള്ളത്.
നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം. അതായത് നമുക്ക് ഒരു പീരിയോഡിക് ആയിട്ടുള്ള വേവ് ഫോമിന് നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവ് സൈക്കിളും ഉണ്ട് നെഗറ്റീവ് സൈക്കിളും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മീൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ക്യാൻസൽ ചെയ്ത് പോകുന്ന പോലെ ആയിരിക്കും വരിക അല്ലെ. അപ്പൊ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് 0. ഓപ്ഷൻ എ is the correct answer. Next one, in case of short circuit, dash current will flow in the circuit. So short circuit, open circuit നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഷോർട്ട് സർക്യൂട്ടിന്റെ കേസിൽ ആ സർക്യൂട്ടിലൂടെ എത്ര കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യാന്നാണ്? 0, വെരി ലോ, നോർമൽ, ഇൻഫൈനൈറ്റ്. എന്തായിരിക്കും കേസ്? ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും? ഇല്ല. വോൾട്ടേജ് ഡിഫറൻസ് വളരെ കുറച്ചായിരിക്കും. അതായത് നമുക്ക് ഇറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അബൌട്ട് 0 ആയിരിക്കും. അപ്പൊ എന്താണ്? കറണ്ട് I is equal to P by V നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ V approximate to 0 means reciprocal. That means denominator equal to 0 ആണ് വരുന്നത്, which means current will be infinite. അങ്ങനെ വേണം നമ്മൾ അതിന്റെ ആൻസർ എഴുതാനായിട്ട്. ഇൻഫൈനൈറ്റ് കറണ്ട് ആയിരിക്കും ഷോർട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ is option D. Next one, what quantity of charge must be delivered by a battery with a potential difference of 110 volt to do 660 joule of work? ഇപ്പൊ എന്താ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആദ്യം അതിൽ എന്തൊക്കെ പാരാമീറ്റർ തന്നിട്ടുണ്ട്, എന്ത് കണ്ടുപിടിക്കണം, അതിനുശേഷം അത് തമ്മിൽ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് V തന്നിട്ടുണ്ട്, വർക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് W തന്നിട്ടുണ്ട്, കാണാൻ പറഞ്ഞിരിക്കുന്ന Q ആണ്. സോ ചാർജും വർക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും തമ്മിലുള്ള റിലേഷൻ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. Q is equal to W by V, work done divided by potential difference. So simple substitution, 660 joules divided by 110, that is 6 coulomb. Actually relation നമുക്ക് അറിയാം. ഇതിലെ ആ വാല്യൂലാണ് നമുക്ക് ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ is option B. Next one, the quantity of charge that will be transferred by a current flow of 10 ampere over 1 hour period. 10 ആംപിയർ കറണ്ട് 1 അവറിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ Q is equal to I into T കാണാനുള്ളത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്. സോ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് 10 ആംപിയർ, ടൈം തന്നിരിക്കുന്നത് അവറിലാണ്. അപ്പൊ അതിന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് ആക്കണം. സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോൾ 1 hour is equal to 60 into 60 seconds. So 10 ampere into 60 into 60 which gives 3.6 into 10 raised to 4 unit coulomb. ഓക്കെ, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് അറിയാവുന്ന ഇക്വേഷനിൽ അത് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഡാഷ് ഇസ് എ മെറ്റീരിയൽ ഇൻ വിച്ച് ഇലക്ട്രോൺസ് കനോട്ട് മൂവ്. ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റാത്തത്. കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, കോപ്പർ. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വേണം. സെമി കണ്ടക്ടറിലും ലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഇല്ലാത്തത് ഏതാണ്? ഇൻസുലേറ്റർ, ഓപ്ഷൻ ബി. Next one, what is the basic 3 electrical quantities? Repeated ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓപ്ഷൻ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്, പവർ, വോൾട്ടേജ്, കണ്ടക്ടൻസ്, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, കറന്റ്, റിലക്ടൻസ്, ഇൻഡക്ടൻസ്. ഇതെല്ലാം ശരിയാണല്ലോ എന്ന് തോന്നുന്നു. കാരണം ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ടേംസ് തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോൾട്ടേജും കറന്റും റെസിസ്റ്റൻസും ആണ് അല്ലെ. നമ്മുടെ ഓംസ് ലോയിലൊക്കെയുള്ള നമ്മുടെ വോൾട്ടേജും കറന്റും റെസിസ്റ്റൻസും ആണ് ബേസിക് ടേംസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്? ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിക്സ് വെച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതിനൊരു ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അലോങ് ദ ലൈൻ ടാൻജന്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടായിരിക്കും വരിക. അലോങ് ദ ലൈൻ ടാൻജന്റ് ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും വരിക. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, how many electrons will constitute 2 coulomb of electric charge? ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് ആണ് കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കൂളംബ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1/1.602 into 10⁻⁻19 ഇലക്ട്രോൺസ് ആണ്. അതാണ് നമ്മൾ 6.24 into 10⁻18 ഇലക്ട്രോൺ എന്ന് പഠിക്കുന്നത്. അപ്പോ കൂളംബ് എന്ന് പറയുന്നത് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് എന്നറിയാം. അപ്പൊ 2 കൂളംബ് ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും എന്നാ ചോദിക്കുന്നത്. അപ്പൊ 6.24 into 10⁻18 into 2 ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് 12.4 into 10⁻18 ഇലക്ട്രോൺ. Okay, option B. Next one, how many directions can the electric field at a point have? ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് എത്ര ഡയറക്ഷൻസ് ഉണ്ടാവാം?
ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോ അത് ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവൂ. ഓൺലി വൺ ഡയറക്ഷൻ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, the distance that a signal's energy can travel in time it takes for one cycle to occur is called the signal's amplitude, frequency, wavelength, period. വേവ്ലെങ്ത്തിന്റെ ഡെഫിനേഷൻ ആണ്. വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ദ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു സിഗ്നൽ എനർജി ട്രാവൽ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇറ്റ് ടേക്സ് ഫോർ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ദ ആവറേജ് വാല്യൂ ഓഫ് സിനുസോയ്ഡൽ വേവ് ഫോം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, RMS വാല്യൂ, ഇതിന്റെയൊക്കെ തമ്മിലുള്ള റിലേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ആവറേജ് വാല്യൂ is equal to 0.637 into maximum or peak value. RMS വാല്യൂ ആണെങ്കിൽ 0.707 into maximum or peak value. So ഇവിടെ ആവറേജ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. So ആവറേജ് വാല്യൂ 0.637 times of peak value. Okay. Next one, the root mean square RMS value of alternating current in the RMS value എന്ന് പറയുന്നത് again നമ്മൾ പഠിക്കേണ്ടതാണ്. RMS value is 0.707 I0. IRMS equal to 0.707 I0. Option A. And the last question, the angle between 0 points of AC quantity is called. അതായത് നമ്മൾ AC ക്വാണ്ടിറ്റീസിൽ നമ്മൾ അതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ വരച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ AC വേവ് ഫോം വരച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ വരയ്ക്കും, അതിന്റെ ഫേസർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ആംഗിൾ ബിറ്റ്വീൻ 0 പോയിന്റ്സ് ആ ആംഗിളിന് എന്താ പറയുന്നത്? ഫേസ് ഡിഫറൻസ്, ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, പീക്ക് ഫാക്ടർ. ഇറ്റ് ഈസ് എ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ കാണുന്നത്. ഇപ്പോൾ 0 to 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഫേസ് ഡിഫറൻസ്. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ടേംസിൽ നിന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റ്സിൽ നിന്നുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്ത് ഈ ഒരു സെഷനിൽ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.